സർക്കാർ എന്ത് നിയമം കൊണ്ടുവന്നാലും മലപ്പുറത്ത് പോയി ചോദിക്കണമെന്നാണ് പറയുന്നത്. പറയുന്നത് ആരെന്നറിയാമോ? വെള്ളാപ്പള്ളി നടേശൻ. അല്ല, മുഖ്യമന്ത്രി തന്നെ ഭാഷ പറഞ്ഞാൽ അദ്ദേഹം വളരെ നല്ലൊരു സെക്യുലറായിട്ടുള്ള മനുഷ്യനാണ് വെള്ളാപ്പള്ളി. പിന്നെ അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നു, ചില കാര്യങ്ങൾ അദ്ദേഹത്തെ കൈവിട്ടു പോകും, ചില ആളുകൾ ദുർവ്യാഖ്യാനം ചെയ്യും എന്നുള്ളതാണ്. ഇത് അദ്ദേഹം പറയുന്നത് അടുത്ത കാലത്ത് ന്യൂസിൽ വന്നിട്ടുള്ള ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ജനറലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയാണ്. അപ്പോൾ അത്തരം ഒരു സ്റ്റേറ്റ്മെൻറ്റ് സാമുദായിക നേതാവ് നടത്താൻ പാടുണ്ടോയെന്ന് വെച്ചില്ല, രാഷ്ട്രീയക്കാരൻ നടത്തും. ഇപ്പോൾ NSS ജനറൽ സെക്രട്ടറി സുകുമാർ നായർ സാർ അങ്ങനെ പ്രസ്ഥാനം നടത്താറില്ല, യോഗക്ഷേമ സഭ അങ്ങനെ പ്രസ്ഥാനം നടത്താറില്ല. അപ്പം ഒരുപക്ഷെ എനിക്ക് ഓർത്തഡോക്സോ അതുപോലെ യാക്കോബായെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. എന്നാൽ കത്തോലിക് സിറിയൻ ചർച്ചിൽ ചില ബിഷപ്പുമാർ ചില പ്രസ്താവനകൾ നടത്താറുണ്ട്. പക്ഷേ ക്രിസ്ത്യൻ സമുദായത്തിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങി കളിക്കുന്നത് സിറിയൻ കത്തോലിക് ചർച്ചും പിന്നെ ലാറ്റിൻ കത്തോലിക് ചർച്ചുമാണ് ഏറ്റവും വിസിബിളായിട്ട് രാഷ്ട്രീയത്തിലുള്ളത്. മറ്റുള്ളവരുണ്ട്, അത് പക്ഷേ അത്ര വിസിബിളല്ല. അപ്പം ക്ലീമൻസ് തിരുമേനിയൊന്നും അങ്ങനെ ആരെയും വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒരു സംസാരം നടത്താത്ത ആളാണ്, ശ്രദ്ധിച്ചിട്ടില്ല. ഈ മലങ്കര സഭ അതായത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം കിടക്കുന്നതെന്ന് വെച്ചാൽ ഇദ്ദേഹം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം പത്രത്തിൽ കണ്ടെന്ന് VS പറഞ്ഞതുപോലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാകും എന്നുള്ളത്. അങ്ങനെ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാകും എന്ന് ഞാൻ കരുതുന്നില്ല. അത് കേരളം അങ്ങ് സമ്മതിക്കില്ല. കേരളത്തിലൊരു സോഷ്യൽ ഈക്വലിബ്രി ഉണ്ട്, അത് തകർക്കുന്ന സാഹചര്യം വന്നാൽ ഇവിടെ പെർമിറ്റേഷൻ കോമ്പിനേഷൻ ആവും. ഈ പറയുന്ന കത്തോലിക്ക ചർച്ച എന്ന് കയറി കളിച്ച് ശബരിമല നിങ്ങളുടെ നാട്ടിൽ പത്തനംതിട്ടയിൽ കുരിശ് കണ്ടെത്തിയപ്പോഴാണ് ഇവിടെ ഒരു എന്ത് സംഭവിച്ചത്? ഇവിടെ ഒരു ഹിന്ദു ഐക്യമുണ്ട്. ആ ഹിന്ദു ഐക്യത്തിന് ഗുണം കിട്ടിയത് CPM-നാണ്, LDF-നാണ്. അതുകൊണ്ടാണ് CPM അധികാരത്തിൽ, അതായത് CPM അധികാരത്തിൻ്റെ പുറത്തായിരുന്നു. LDF-നാണ് അതിൻ്റെ ഒരു ഗുണം കിട്ടിയിട്ടുള്ളത്. ഇത്രയും കാലമായി ഹിന്ദു ഐക്യത്തിന് പുറത്തായിരുന്നു. ഹിന്ദു ഐക്യം അതിനെതിരെ നിൽക്കുന്ന ഒരു വിഭാഗം എന്ന രീതിയിലാണ് UDF ഉണ്ടായിരുന്നത്. UDF മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പിന്നെ കുറച്ച് ഹിന്ദുക്കളും ഉണ്ടായിരുന്നു. ബേസിക്കലി ഹിന്ദു പാർട്ടി എന്ന രീതിയിൽ CPM ആയിരുന്നു. അത് ആരും പറയുന്നില്ല, പക്ഷെ അങ്ങനെ ആയിരുന്നു ആ പാർട്ടി. ഇപ്പം നാദാപുരത്ത് നിന്ന് മക്കൾ സമരമാണെങ്കിലും നാദാപുരത്തുണ്ടായ വർഗീയ കലാപങ്ങളാണെങ്കിലും ഏത് രീതിയിലാണ് മുസ്ലിംസ് ആ പാർട്ടിയെ കണ്ടതെന്ന് നോക്കിയാൽ മതി. പിന്നെ പിണറായി വന്നതിന് ശേഷമാണ് അതിനൊരു മാറ്റം വന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ ആ ഒരു പെർമുട്ടേഷൻ കോമ്പിനേഷനിൽ പിന്നൊരു മാറ്റം വരുന്നത് 5ാം മന്ത്രി വന്നോട് കൂടിയിട്ടാണ്. 5ാം മന്ത്രി വന്നതോടുകൂടി മുസ്ലിം ലീഗ് കയറി കളിക്കുന്ന ഫീൽ വന്നപ്പോൾ പിന്നെ പെർമുട്ടേഷൻ കോമ്പിനേഷൻ മാറി. CPM-ൻ്റെ കൂടെ ക്രിസ്ത്യാനികളും കൂടി. അങ്ങനെ ഇപ്പം ലീഗ് അങ്ങനെ കയറി കളിക്കാൻ തയ്യാറാവുന്നില്ല, സാമുദായിക നേതാക്കന്മാർ ലീഗ് കയറി കളിക്കാൻ തയ്യാറാവുന്നില്ല. അതല്ല, അതിൻ്റെ ഭാഗത്ത് UDF-ന് പുറത്തിരിക്കേണ്ടി വന്നു. ഇനിയിപ്പോൾ അടുത്ത പെർമുട്ടേഷൻ കോമ്പിനേഷൻ എന്ന് വെച്ചാൽ വരാൻ പോകുന്നത് ഈ പറഞ്ഞതുപോലെ CPM വലിയ രീതിയിൽ വഴങ്ങുന്നു എന്നൊരു ഫീൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ വേറൊരു സംഭവം ക്രിസ്ത്യൻ പ്ലസ് ഹിന്ദു ഐക്യം BJP അനുകൂലമായിട്ട് വരും. ഹിന്ദുത്വ പ്ലസ് ക്രിസ്ത്യൻ, ഇതൊരു കമ്മ്യൂണിസ്റ്റ് ഹിന്ദു ക്രിസ്ത്യൻ ഐക്യമായതെങ്കിൽ ഹിന്ദുത്വ ക്രിസ്ത്യൻ ഐക്യമായിട്ട് വരും. ആ രീതിയിൻ്റെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. അതുകൊണ്ട് ഇവിടെ ഭൂരിപക്ഷം ആവും എന്ന് പ്രതീക്ഷിക്കേണ്ട, അതാവില്ല. 2, ഇവിടെ മുസ്ലിം ഭൂരിപക്ഷം ആണെങ്കിൽ ഇനി എന്നെപ്പോലുള്ള ആളുകൾക്ക് ഒരു താല്പര്യമില്ല. നമുക്കിവിടെ സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുന്ന മുസ്ലിം ഭൂരിപക്ഷം അല്ലാത്തതുകൊണ്ടാണ്. മുസ്ലിം ഭൂരിപക്ഷം ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുന്നത്? ഫ്രിഞ്ച് എലമെൻറ്റ്സ് ഉണ്ട്, വിസ്റ്റം ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞ മുജാഹിദ് ഗ്രൂപ്പുകൾ, ജമാഅത്ത് ഇസ്ലാമിയുടെ പോലെയുള്ള പണ്ടത്തെ ജമാഅത്ത്, ഇപ്പോൾ അവരൊന്ന് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണെന്നൊന്ന് ലിബറലായിട്ടിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ തനി സ്വരൂപം കാണിക്കും. പിന്നെ അവരെ കയ്യിലായിരിക്കും ഭരണം. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് 30% കൂടുതൽ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ 40% കൂടുതൽ മുസ്ലിങ്ങൾ കയറി കഴിഞ്ഞാൽ ആ രാജ്യം കൈവിട്ടു പോകുന്ന പറയാൻ കാരണം പിന്നെ ഈ 40%-ത്തിൽ 80% എന്നെയൊക്കെ പോലുള്ള ആളുകളായിരിക്കും. പക്ഷേ 20% മറ്റവന്മാരുണ്ടാവും. അവന്മാർക്ക് ഒരു പൊളിറ്റിക്കൽ അജണ്ട ഉണ്ടാവും. ആ പൊളിറ്റിക്കൽ അജണ്ടയ്ക്ക് പുറത്തുനിന്ന് സപ്പോർട്ട് കിട്ടും, അവർ ഇതിനെ ഹൈജാക്ക് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് എന്നെപ്പോലുള്ള ആളുകളൊന്നും ഒരു കാരണവശാലും ഇവിടെ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാകാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ഈ ദാറുൽ ഉദ ആവശ്യമില്ല. അല്ലാതെ തന്നെ നമ്മളിവിടെ ഈ പറയുന്ന കൂടെ ഹിന്ദുക്കളുടെ കൂടെ ക്രിസ്ത്യാനികളുടെ കൂടെ സ്വസ്ഥമായിട്ട് ജീവിച്ചോളൂ. അതിനൊക്കെ നമ്മളെ മതം പ്രാക്ടീസ് ചെയ്യും. അത് പ്രാക്ടീസ് ചെയ്യാൻ തടയാൻ ഹിന്ദുക്കൾ ഞാൻ എൻ്റെ മതം പ്രാക്ടീസ് ചെയ്യുന്ന തടയാൻ ഇതുവരെ ഒരു ഹിന്ദു മതം ഒരു ക്രിസ്ത്യാനി വന്നില്ല. പിന്നെന്താ എൻ്റെ പ്രശ്നം? മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ട, അങ്ങനെ ഒരു മുസ്ലിം ഭൂരിപക്ഷമായി വരിക. പിന്നെ 2 ഹിന്ദുക്കൾ തന്നെയാണ് അത് സ്വയം മനസ്സിലാക്കേണ്ടത്. കാരണം ദാരിദ്ര്യവും കഷ്ടപ്പാടും ഹിന്ദു കമ്മ്യൂണിറ്റി കാര്യമായിട്ടുണ്ട്. അത്
താഴെത്തട്ടിൽ മാത്രമല്ല, ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ ബ്രാഹ്മണ അഗ്രഹാരങ്ങളിലാണെങ്കിലും നായർ കുടുംബങ്ങളിലാണെങ്കിലും മുന്നോക്കക്കാരാണ് സത്യത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ഒരു ഇനിയും ആരും അറിയുന്നില്ല കേരളത്തിൽ. എല്ലാ തെറിയും അവർ കേൾക്കുകയും വേണം. കഴിഞ്ഞ 50 വർഷമായിട്ട് അവരുടെ ഗ്രാഫ് താഴോട്ടാണ്. ഈഴവർ അങ്ങനെ തന്നെ നിൽക്കുന്നു, ദളിതരും അങ്ങനെ തന്നെ നിൽക്കുന്നു, ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നില്ല. അപ്പം അങ്ങനെ ഈ ബുദ്ധിമുട്ടുന്ന ഇവർ ഈ പറയുന്ന പോലെ വിഷജീവികളായ കുറേ മുസ്ലിം പണ്ഡിതന്മാരുണ്ട്. അവരെയൊക്കെ ക്ഷേത്ര കമ്മിറ്റി ഉത്സവത്തിന് പ്രസംഗികരായി ക്ഷണിക്കുന്നു. അവർ വന്നിട്ട് പ്രസംഗിക്കുന്നത് ഒരുത്തൻ ക്ഷേത്രത്തിന് സംഭാവന നൽകി അവൻ ബ്രോത്തൽ മലയാളം പറയുന്നില്ല, അതിന് സംഭാവന കൊടുക്കുന്നത് പോലെയാണെന്നൊക്കെ പ്രസംഗിച്ച് കളയും. അപ്പോൾ അങ്ങനെയുള്ള ആ വിഷജീവികൾ അടുപ്പിക്കാതിരിക്കുകയും ഈ സ്നേഹസമ്പാദം എന്നൊക്കെ പറഞ്ഞ് ഹിന്ദുക്കളെയും മറ്റു ക്രിസ്ത്യാനികളെ നാണം കിടന്ന പരിപാടിക്കൊക്കെ ഇവർ പോകാതിരിക്കുകയും, അതേപോലെ തന്നെ മതത്തിൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ മുസ്ലിങ്ങൾ കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ സെക്കുലറും കാര്യങ്ങളും ഒക്കെയാണ്, പക്ഷേ നമ്മളെ മതത്തിനെ ഒരുത്തിനെ ആക്രമിക്കാൻ വന്ന് നശിപ്പിക്കാൻ ശ്രമിച്ചു അവൻ്റെ അജണ്ട അതാണെന്ന് മനസ്സിലായി നമ്മൾ അവനൊരു സഹകരിക്കില്ല, അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇത് ഹിന്ദുക്കളും പഠിക്കണം. അതായത് എല്ലാവരോടും സഹകരിക്കേണ്ടതല്ല പറഞ്ഞത്. ഈ പണ്ടന്മാർക്കൊരു പ്രശ്നമുണ്ട്, ഇങ്ങനെ പറയുന്നില്ല പിന്നെ എന്നോട് പോലും സഹകരിക്കില്ല, അല്ല കാര്യം. ഇങ്ങനെയുള്ള ആളുകളെ ഒറ്റപ്പെടുത്താൻ പറ്റണം. അവരെ കുറച്ച് കാശുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വളരെ കൃത്യമാണ്, കാശുണ്ടെന്ന് കണ്ടുകൊണ്ട് അവർ പറയുന്നതിൽ കാര്യമില്ലേ എന്നൊക്കെ ചോദിച്ചു കളയും. ഈ സ്വഭാവം ഇതൊക്കെ കുറച്ച് കൂടുതലാണ്. അങ്ങനെ ചോദിക്കരുത്. അവർ പറയുന്നത് കാര്യമില്ല, കാശുണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇവിടെ കുറേ മുസ്ലിം ഫ്രഞ്ച് എലമെൻറ്റ് മുഖ്യധാരയിൽ സ്പേസ് കിട്ടുന്നവരെ ഈ കാശുള്ളതുകൊണ്ടാണ്. കാശുള്ളതുകൊണ്ട് അവർ ചാനൽ നടത്തും, പത്രം നടത്തും, ഷോപ്പ് നടത്തും. അവിടെയുള്ള 1-2 ഹിന്ദുക്കളെ, സവർണ്ണ ഹിന്ദുക്കളെ പിന്നെ രാമൻ കൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞ പേര് ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു മാർക്കറ്റ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് വിഷപ്പുറത്താക്കും. സമയം കിട്ടുമ്പോൾ കൺവേർട്ട് ചെയ്യുകയും ചെയ്യും. ഇതാണ് ഇവിടെ നടക്കുന്നത്. അത് ഹിന്ദുക്കൾ തന്നെയാണ് ജാഗരൂകരാണ്. അത് RSS അല്ല. RSSകാർക്ക് അത് അറിയാം. RSS ജാഗരൂകരായ പിന്നെ നെഗറ്റീവ് ഇമ്പാക്ട് വേറെ ഉണ്ടാക്കും. പിന്നെ എല്ലാവരും അവർക്കെതിരെ തിരിയും. ഓരോ ഹിന്ദുവാണ് ജാഗരൂകരാണ്. വിശ്വാസം വിട്ടൊരു കളിയില്ല. അതിന് നമ്മുടെ മുസ്ലിംസിനെ കണ്ടുപിടിക്കും. വിശ്വാസം നമ്മൾ ലിബറലാണ്, എല്ലാവരുമായിട്ടും നല്ല ബന്ധം. ഇപ്പോൾ എന്നെ കണ്ടു എല്ലാവരുമായിട്ടും നല്ല ബന്ധമാണ്. എൻ്റെ മതം മാത്രം ഇമ്പോർട്ടൻ്റ് മറ്റോ ഞാൻ വിശ്വസിക്കും. പക്ഷേ എൻ്റെ മതത്തെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവനുമായിട്ട് അവനെ അറ്റാക്ക് ചെയ്യാനൊന്നും പോകുന്നില്ല. അത് അവന് ഇഷ്ടമാണ്. പക്ഷെ അവനായിട്ട് സഹായമൊന്നുമില്ല. പക്ഷേ ഈ വെള്ളാപ്പള്ളി തുടർച്ചയായിട്ട് മലപ്പുറത്തിനെയും മുസ്ലിം സമുദായത്തെയും പറ്റി ഇങ്ങനെ പറയുമ്പോൾ അതിനകത്ത് നിന്ന് മറ്റെന്തെങ്കിലും വായിച്ചെടുക്കാൻ ഉണ്ടോ? അതെ, മൂപ്പര് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യമാണ്. അപ്പം അടുത്ത അത് മുസ്ലിം സംഘടനകൾ തന്നെ ശ്രദ്ധിക്കേണ്ടത്. ഒരു ബഹുസ്വര സമൂഹം മാത്രമല്ല. ഇപ്പോൾ മുസ്ലിങ്ങൾ പറയുന്ന ഞാനൊക്കെ പറയുന്ന കാര്യമുണ്ട്. ഞങ്ങളുടെ മതം മറ്റു മതങ്ങൾ മറ്റു വിശ്വാസങ്ങൾക്ക് വലിയ സ്പേസ് കൊടുക്കുന്ന മതമാണ്. കാരണം എന്ന് വെച്ചാൽ മറ്റു ഒരു സാമ്രാജ്യം ഉണ്ടായി വരും. ആ സാമ്രാജ്യം മറ്റു സ്ഥലങ്ങൾ കീഴടക്കുമ്പോൾ ആ പ്രദേശങ്ങളെ ആളുകളെ ഒന്നെങ്കിൽ കൺവേർട്ട് ചെയ്യുകയോ അതല്ലെങ്കിൽ കൊന്നുകളയുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വേണമെങ്കിൽ അവരുടെ വിശ്വാസം തന്നെ പിന്തുടരാം. ഒരു നികുതി കൊടുത്താൽ മതി അഡീഷണൽ. കാരണം ഇത് മുസ്ലിങ്ങൾ പിന്നെ ഈ സക്കാത്ത് കൊടുക്കുമ്പോൾ ഇവരെ കൊടുക്കുന്നില്ല, അതിന് നികുതി കൊടുത്താൽ മതി എന്ന് മാത്രം പറയുന്ന ഒരു ലിബറൽ ആയിട്ടുള്ള മതമാണ് ഇസ്ലാം എന്ന്. അതുകൊണ്ടാണ് ഇസ്ലാമത്തിനെ വളർന്നതെന്ന് പറയുന്ന ഒരാളാണ് ഞാനൊക്കെ. അപ്പം അതിന് കോൺട്രഡിക്റ്റഡ് ആയിട്ട് ഖുർആനിൽ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ കാണാം, അത് ഹദീസിലും കാണാം. അത് ഓരോ സാഹചര്യങ്ങൾ, യുദ്ധത്തിൻ്റെ സാഹചര്യങ്ങൾ വന്നിട്ടുള്ള ഹദീസുകളാണ്. അത് നമ്മൾ അങ്ങനെ കണ്ടാൽ മതി. അത് ബൈബിൾ പുതിയ നിയമം വെച്ച് ബാക്കി എല്ലാത്തിലും ഉണ്ട്. നോട്ട് ചെയ്ത് വെച്ചോ, ബൈബിൾ പുതിയ നിയമത്തിൽ വെച്ച് ബാക്കി എല്ലാത്തിലും ഈ പ്രശ്നങ്ങളുണ്ട്. ബൈബിൾ പുതിയ നിയമം മാത്രം സ്നേഹ സമാധാനത്തെ പറ്റി മാത്രം പറയുന്ന ഒരേ ഒരു മതം, ഒരേ ഒരു ഗ്രന്ഥം ബൈബിൾ പുതിയ നിയമം. അതൊക്കെ അണ്ടർലൈൻ ചെയ്യണം. അപ്പോൾ ഉണ്ട് അത്. അപ്പം അത് ഈ മതപരിവർത്തനം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പിന്നെ കളി കളിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ഇവിടെ ഉണ്ടാക്കുന്ന ഒരു ടെർബുലൻസ് ഉണ്ട്. ആ ടെർബുലൻസിൽ എപ്പോഴും വെള്ളാപ്പള്ളി ഇടപെടാറുണ്ട്. സുമാനാസ അങ്ങനെയല്ല. അദ്ദേഹം ഒരു കൈയേട്ടം മാത്രമേ ഇടപെടുള്ളൂ. 1-2 സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ പറഞ്ഞ പോലെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ അത് മാറ്റമില്ല. അദ്ദേഹത്തെ സ്റ്റേറ്റ്മെൻറ്റ് വലിയ മാറ്റമില്ല. വെള്ളാപ്പള്ളി സാറിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഇടയ്ക്ക് മാറ്റിക്കളയും. സാഹചര്യം മാറിക്കഴിഞ്ഞാൽ അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റൊക്കെ മാറ്റും. പക്ഷേ ഇപ്പോഴത്തെ ഇടപെടൽ വളരെ കറക്റ്റ് അല്ലേ? കാരണം സമയ മാറ്റത്തിനകത്ത് കാന്തപുരം അല്ല, അത് അങ്ങോട്ടാ ഞാൻ പറഞ്ഞത്. ഈ മുസ്ലിം ബഹുസ്വര സമൂഹം അതായത് പറഞ്ഞപ്പോൾ നമ്മൾ അപ്പം മുസ്ലിം ഭൂരിപക്ഷം ആണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. മുസ്ലിംസ് ഇവിടെ 20% ഉള്ളൂ. നമുക്ക് വെള്ളിയാഴ്ച പള്ളിയിൽ പോകാൻ വേണ്ടിയുള്ള സൗകര്യം ഉണ്ടായി തരും. എല്ലാത്തിനും ഡ്രസ്സിന് നിങ്ങളെ പിള്ളേർ ഇടണ്ടാന്ന് അങ്ങനെ ഒരു ഓപ്ഷൻ മേടിച്ചോ? ഫ്രാൻസിലൊക്കെ മുമ്പുണ്ടായിരുന്ന പോലെ നിങ്ങളെ പിള്ളേർ അങ്ങനെ ഇടണ്ട, ആ ഡ്രസ്സ് ഇടണ്ട, നിങ്ങളെ പിള്ളേർ സൂമ്പ കളിക്കണ്ട. ഞാൻ മുസ്ലിമാണ്, ഞാൻ എൻ്റെ കുടുംബത്തിലുള്ള പിള്ളേരെ അമ്മമാരോട്ട് പറയുന്നുണ്ട് കേൾക്കില്ല. ഞങ്ങളൊക്കെ പോയി സൂമ്പയും കളിക്കും, ഞങ്ങൾ തോന്നിയ ഡ്രസ്സും തരും, അതൊക്കെ പോട്ടെ. അപ്പോൾ നിങ്ങളെ അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കാന്നല്ല, മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണമെന്നും മറ്റുള്ളവരെ വഴിമുടക്കുകയും ചെയ്യുന്ന സാഹചര്യം ശരിയല്ല. ആ ജനാധിപത്യം എഴുതാൻ മാത്രമല്ല നിങ്ങൾ പറയുന്ന, ഞാനും നിങ്ങളൊക്കെ പറയുന്ന ഇസ്ലാമിനെതിരും കൂടിയാണ്. അത് ആരിഫ് ഹുസൈനൊക്കെ പറയുന്ന ഇസ്ലാമായി പോകും നിങ്ങൾ ഈ കളി കളിച്ചാൽ. ആരിഫ് ഹുസൈനൊക്കെ ശരിക്കും വളം കൊടുക്കുന്ന ഇവരാണ്. അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പം അതുകൊണ്ട് വെള്ളാപ്പള്ളി ഇപ്പം പറഞ്ഞ കാര്യത്തിലുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ ചില രാഷ്ട്രീയമായിട്ടുള്ള ഒരു അണ്ടക്കറന്റ് എപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ ഉണ്ടാകാറുണ്ട്. അത് നമുക്കറിയാം. പിന്നെ
അതിൽ മുസ്ലിം സംഘടനകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, പിന്നെ കാന്തപുരത്തെ പറ്റിയൊക്കെ പറഞ്ഞത് പലതും കാരണം കാന്തപുരം പല കാര്യങ്ങളും വളരെ പ്രോഗ്രസീവായിട്ട് ഇടപെടുന്ന ഒരാളാണ്. അദ്ദേഹം ഈ അനാവശ്യമായ പ്രസ്താവനകളൊന്നും നടത്താറില്ല. അപ്പോൾ നിമിഷപ്പയുടെ കാര്യത്തിൽ തന്നെ അദ്ദേഹം വളരെ കാര്യമായിട്ട് ഇടപെടും. അദ്ദേഹത്തിന് അതിൽ അങ്ങനെ ഇടപെടാൻ പറ്റുള്ളൂ. എന്നിട്ട് അദ്ദേഹത്തെ പിടിച്ച് ഭീകരവാദികളാക്കി ചിലവന്മാർ. നമുക്ക് ഭീകരവാദം എന്താണെന്നറിയോ? ഈ നമ്മുടെ ഗവൺമെൻറ് താലിബാനായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. താലിബാൻ ഭീകരവാദികളാണ്, ശരിക്കുള്ള ഹൂതികളെ പോലെ അല്ല, ശരിക്കുള്ള ഭീകരവാദികളാണ്. ഈ താലിബാൻ അങ്ങനെ നമ്മുടെ ഗവൺമെൻറ് ഭീകര ഗവൺമെൻറ് ആകും. ഹൂതിയാണ് അവിടുത്തെ സിസ്റ്റം. അപ്പോൾ ആ സിസ്റ്റമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾ ഭീകരവാദിയാകും. മാത്രമല്ല ഹൂതികൾ അങ്ങനെ അത്ര വലിയ ഭീകരവാദികളൊന്നുമല്ല. അവർക്ക് അവരുടെ താലിബാനെ പോലെ ഒന്നുമല്ല. അതൊക്കെ ലിബറലായ ആളുകളുമാണ്. ആദ്യം മനസ്സിലാക്കണം. മുസ്ലിം നിൽക്കുമ്പോൾ ഭീകരവാദികൾ ഓർമ്മയുള്ളത് ഒരെണ്ണമുണ്ട്. അവർക്ക് അത് വേറൊരു പ്രശ്നം. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്ന് കാന്തപുരസ്ഥാനെ പോലുള്ള ആളുകളൊക്കെ അദ്ദേഹം അനാവശ്യമായിട്ട് അങ്ങനെ അതേ മുസ്ലിംസിൻ്റെ ഇടയിലുള്ള വിഷയങ്ങളാണ് കൂടുതൽ ഇടപെട്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ സമസ്തക്കാരാണ്. പിന്നെ പിണറായിക്ക് കാന്തപുരസ്ഥാൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് മറ്റേ IAS തന്നെയല്ല, അയാളൊരു വിഷയത്തിലാണ്. അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ ജോലി ചെയ്ത ഒരാളെ മരണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹം പൊതുവെ സുമാൻ നാസറിനൊക്കെ പോലെ ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന ഒരാളാണ്, അനാവശ്യം സംസാരിക്കാറുണ്ട്. എനിക്കൊരു സംശയം, പിണറായിയുടെ ഒരു നീക്കമാണോ കാന്തപുരത്തെ നേരിടാൻ വെള്ളാപ്പള്ളിയെ? അല്ലേ? അതൊന്നും എനിക്കറിയില്ല. രാഷ്ട്രീയത്തിന് അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ വെള്ളാപ്പള്ളി അങ്ങനെ എനിക്ക് തോന്നില്ല അത് എങ്ങനെയാന്ന്. കാരണം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് വെള്ളാപ്പള്ളി ഞാൻ മനസ്സിലാക്കിയതാണ്. അദ്ദേഹം ഭയങ്കര സനാതനായ ഹിന്ദുവാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പോകാൻ വാക്കിയതാണ്. അവിടെ ആ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പും കാര്യങ്ങളും കുറയും എല്ലാം തന്നെ. അപ്പോൾ ആ ഹിന്ദു ഐഡൻറ്റിറ്റി വിട്ടൊരു കളി അദ്ദേഹം കളിക്കാറില്ല. അപ്പം സ്വാഭാവികമായിട്ട് ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട കൺസേൺസ് അദ്ദേഹത്തിനെ ബാധിക്കുന്നതാണ്. പിന്നെ അദ്ദേഹം ഈ പറഞ്ഞ മാതിരി ഒരു PC ജോർജ് ആ ടൈപ്പിൽ അദ്ദേഹത്തിന് വന്നപ്പോൾ അദ്ദേഹം പറയും. അപ്പോൾ മറ്റുള്ളവരെ നോവിക്കുന്നു എന്നൊന്നും അങ്ങനെ നോക്കാറില്ല. അങ്ങനെ വന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ അതിൽ മുസ്ലിം സംഘടനകൾ ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ വെറുപ്പിക്കരുത് നാട്ടുകാരെ കൊണ്ട്. പിന്നെ കാന്തപുരത്തെ പറ്റി പറഞ്ഞാൽ എനിക്ക് യോജിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.